ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ്. ഇനിയൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട പറ്റില്ല. ഇനിയൊരു ചാൻസ് ഇല്ല. 26 മിസ്സായാലും ഇനി ചാൻസ് ഒന്നുമില്ല. 26 UDF വിപുലീകരിക്കപ്പെടും ഇലക്ഷന് മുമ്പ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ പാർട്ടികൾ UDFിലുണ്ടാവും. അങ്ങനെ ഒരു യൂണിഫോം സ്വഭാവത്തിൽ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു പോകാൻ കഴിയുന്ന ഒരു ജൈവഘടനയല്ല കോൺഗ്രസ്സിനുള്ളത്. നമ്മൾ അങ്ങനെ ആക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ്സിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ദുർബലമാകുകയുള്ളൂ അവിടെ. കോൺഗ്രസ്സിനൊന്നും അങ്ങനെ ആർക്കും ഒരാളുടെയും കൈ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഷാഫി, ഞാൻ KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പാലക്കാട്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ടാം നിര നേതൃത്വം ഒരു ഫൈറ്റിനൊന്നും ഇതുവരെ അങ്ങ് പോയിട്ടൊന്നുമില്ല. അങ്ങനെ പോയി ഉള്ള പാർട്ടിയുടെ സാധ്യത കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിനി നേരിടാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വ്യക്തിപരമായി എനിക്ക് എൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10-12 കിലോമീറ്ററോളം എന്നോടൊപ്പം റോഡ് ഷോയിൽ സാറ് പങ്കെടുത്തു. ആ സമയത്ത് സാറിന് അനാരോഗ്യമൊക്കെ ഉള്ള സമയമാണ്. നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം ഉൾക്കൊണ്ട് സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി സജ്ജമാവുകയാണ് 3 മുന്നണികളും. തെരഞ്ഞെടുപ്പുകൾക്ക് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് 3 രാഷ്ട്രീയ മുന്നണികൾക്കും. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവും MLAയുമായ ശ്രീ PC വിഷ്ണുനാഥ്. നമസ്കാരം. 3 രാഷ്ട്രീയ മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടം തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഒരു തലമുറ മാറ്റം എന്നത് കോൺഗ്രസ്സിൽ അത്തരം ചർച്ചകൾ അത് സംഭവിച്ചാലും അല്ലെങ്കിൽ സമീപഭാവിയിൽ അത്തരത്തിലൊരു തലമുറ മാറ്റം ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന അടുത്ത നിര നേതാക്കളിൽ ഒരാളാണ് ഉറപ്പായും ശ്രീ PC വിഷ്ണുനാഥ്. ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ഉൾക്കൊണ്ട പാഠം എന്താണ്? ഒന്നാമത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിചയം ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ തുടർ ഭരണം എന്നുള്ളത്. 5 വർഷം UDF ആണെങ്കിൽ 5 വർഷം LDF, വീണ്ടും UDF വരേണ്ടതാണ് 21-ൽ. പക്ഷേ 21-ലെ ചില സവിശേഷമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് വീണ്ടും തുടർ ഭരണം കിട്ടി. ഞങ്ങളുടെ വിലയിരുത്തലിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കണ്ടത് അപ്രതീക്ഷിതമായി വന്ന, ലോകത്ത് ഇതുവരെ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു മഹാമാരിയെ ലോകമൊന്നാകെ നേരിട്ടു, കോവിഡ്. ആ അനുകൂലത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരുണ്ടായത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ 2020-ലെയോ 2021-ലെയോ സാഹചര്യങ്ങളല്ല. ഗവൺമെൻറ് ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം അൺപോപ്പുലറായി. സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്കും, വോട്ടർമാരെന്ന് പറഞ്ഞാൽ വിവിധ വിഭാഗങ്ങളാണല്ലോ, ഒരു വിഭാഗം ജനങ്ങൾക്കും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല. അതിനെല്ലാം തന്നെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താ, ഒരു ജനാധിപത്യത്തിൽ ആ ജനങ്ങളുടെ താല്പര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ സർക്കാർ 2026-ൽ ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്കുണ്ട്. ഈ രണ്ടാം ടൈമിൽ പ്രതിപക്ഷത്തിരുന്ന നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ അത്തരം മഹാമാരികളെ ഒന്നും തന്നെയും നേരിടേണ്ട ഒരു സമാന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സമയത്ത് നേരിടേണ്ടി വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അത് തൃക്കാക്കരയായാലും ഒപ്പം തന്നെ പുതുപ്പള്ളിയിലായാലും പിന്നീട് കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ, ഇവിടെയൊക്കെ കോൺഗ്രസ് നല്ല രീതിയിൽ വിജയിച്ചു. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ സംസ്ഥാനത്തുണ്ട്, അലയടിക്കുന്നുണ്ട്. ഇത് അതിജീവിച്ച് 2026-നെ നേരിട്ട് വരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ നേടിയ വിജയമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ഈ ആത്മവിശ്വാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം തൃക്കാക്കരയിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും അവിടെ കെട്ടിക്കിടന്ന് പണിയെടുക്കുമായിരുന്നു. സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടാണ് മുഴുവൻ മന്ത്രിമാരും തൃക്കാക്കരയിൽ വന്നിട്ട് വോട്ട് പിടിക്കാൻ വീടാന്തരം കയറിയിറങ്ങി വോട്ട് പിടിച്ചു. അപ്പോൾ എന്നിട്ടും അവർക്ക് 100-ലാക്കും, ഞങ്ങളുടെ 99-100 ആക്കുമെന്നാണ് പറഞ്ഞത്. 100 ആയില്ല. പുതുപ്പള്ളിയിൽ വന്നപ്പോൾ സ്വാഭാവികമാണ്, അതിനകത്ത് ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിൻ്റെ ഒരു വിയോഗത്തിൻ്റെ ഒരു ജനങ്ങൾക്ക് ആ ഒരു സഹതാപത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അവിടെ ലഭിച്ച ഉയർന്ന ഭൂരിപക്ഷം ഞങ്ങൾക്ക് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തിയതാണ്. പാലക്കാട്ട്
എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഷാഫി പറമ്പിലിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞു. തീർച്ചയായും അത് 26ലേക്കുള്ള വിജയത്തിന് പ്രവർത്തിക്കുന്നതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത്, ഈ തൃക്കാക്കരയായാലും പുതുപ്പള്ളിയിലായാലും കോൺഗ്രസിലെ 2 അതികായന്മാർ അപ്രതീക്ഷിത വിയോഗത്തിലൂടെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ്. കുടുംബാംഗങ്ങൾ തന്നെ മത്സരിച്ച് വിജയിച്ചതാണ്. അതൊരിക്കലും ഒരു കോൺഗ്രസിൻ്റെ ഒരു നേട്ടമായി എത്ര കണ്ട് നമുക്കതിനെ വിലയിരുത്താൻ പറ്റുമെന്നൊരു ചോദ്യം. മറുഭാഗത്ത് പിന്നീട് നേരിട്ട ഉപതെരഞ്ഞെടുപ്പോൾ വയനാടാണ്. വയനാട് ഉറപ്പാണ്. അത് നമ്മൾ ഒരു ചിത്രത്തിൽ പോലും പരിഗണിക്കാൻ പാടില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. പിന്നെ പാലക്കാടാണ്. പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇത് ചേലക്കരയിൽ പ്രതിഫലിക്കേണ്ടതായിരുന്നില്ലേ? ചേലക്കരയിലും കൂടെ വിജയിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വയനാട്ടിലെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വയനാട്ടിൽ ഉറപ്പായിട്ടുള്ളൊരു UDFൻ്റെ പാർലമെൻറ്റ് സീറ്റാണ്. അത് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ 1,80,000 വോട്ടുകൾ കുറവാണ് ഇത്തവണ പോൾ ചെയ്തത്. അപ്പം ഏതാണ്ട് 2 ലക്ഷം എന്ന് പറയാം. ഏതാണ്ട് 2 ലക്ഷം വോട്ട് ടോട്ടൽ പോളിംഗ് ശതമാനത്തിൽ കുറയുമ്പോൾ ഭൂരിപക്ഷത്തെ അത് ബാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. 2 ലക്ഷം വോട്ട് കുറഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടി ആനുകൂല്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, താങ്കൾ പറഞ്ഞ ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ടെങ്കിൽ പിന്നെ ചേലക്കര ജയിച്ചില്ല എന്നുള്ളത്. ചേലക്കരയും ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ ചേലക്കരയിൽ 30,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ വിജയിച്ചത് 12,000-ലേക്ക് ചുരുക്കി കൊണ്ടുവരാനും 10,28,000 വോട്ടിൻ്റെ 10,22,000 വോട്ടിൻ്റെ വ്യത്യാസം അവിടെയും ഉണ്ടാക്കിയെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ പഠനം നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, ഉടനെ ഉണ്ടാവും, അന്വേഷിക്കുന്നുണ്ട്. അതുകൂടി ഞങ്ങൾ വിലയിരുത്തും. പ്രതിപക്ഷത്ത് രണ്ടാമതും കോൺഗ്രസ് ഇരിക്കേണ്ടി വന്ന ഈ 2ാം ടേമിൽ കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ ഒരു തലമുറ മാറ്റം, അല്ലെങ്കിൽ വേറൊരു ലീഡർഷിപ്പിലേക്ക് വരുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു അപ്രമാദിത്വമൊക്കെ മാറുന്നു. ഒപ്പം തന്നെ ഈ AK ആൻ്റണി എന്ന രാഷ്ട്രീയ നേതാവ് സജീവ രാഷ്ട്രീയം ഏറെക്കുറെ ഉപേക്ഷിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന വൻമരത്തിൻ്റെ ഒരു തണൽ എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുന്നു. ഇതൊക്കെ നമ്മൾ ആ 2ാം ടൈമിൽ കാണുന്നതാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത്. ആ ഒരു വിടവ്, നികത്താനാവാത്ത ആ വിടവും ആ നഷ്ടങ്ങളുമൊക്കെയും ഇതിനെ അതിജീവിക്കാൻ ഈ 2ാം ടൈമിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നഷ്ടം നമുക്ക് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ നികത്തി എടുക്കാവുന്ന ഒരു വിടവായിട്ട് നമ്മൾ ആരും കരുതുന്നില്ല. നമ്മളിനി നേരിടാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വ്യക്തിപരമായി എനിക്ക് എൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10-12 കിലോമീറ്ററോളം എന്നോടൊപ്പം റോഡ് ഷോയിൽ സാറ് പങ്കെടുത്തു. ആ സമയത്ത് സാറിന് അനാരോഗ്യമൊക്കെ ഉള്ള സമയമാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും തൻ്റെ അനാരോഗ്യം വകവയ്ക്കാതെ അദ്ദേഹം പ്രചരണത്തിന് പോയിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ സാന്നിധ്യം വലിയ തോതിലൊരു കരുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിജ്ഞാനം, തെരഞ്ഞെടുപ്പുകളെ നയിക്കാനുള്ള ശേഷി, ഇതൊക്കെ നമുക്കങ്ങനെ മറ്റൊരാളെ കൊണ്ട് പകരം വെച്ച് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അതൊരു നഷ്ടം തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, തിരിച്ചറിയുന്നത്. അതുപോലെ ശ്രീ AK ആൻ്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയെന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും അദ്ദേഹം പാർട്ടിക്കും മുന്നണിക്കും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം പഴയതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രചാരണ രംഗത്തേക്കൊക്കെ കടന്നു വരാൻ പാകത്തിൽ ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഒരു പുതിയ നേതൃത്വം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് തന്നെ തീരുമാനപ്രകാരം നിലവിൽ വന്നു. അവർ ആ നിലയിൽ അവരാൽ കഴിയുന്ന രൂപത്തിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് ശ്രീ കെ സുധാകരൻ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഏറ്റവും പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും പ്രയാസമുള്ള മേഖലയിൽ പയറ്റി തെളിഞ്ഞു വരുന്നയാളാണ്. അതുപോലെ വി ഡി സതീശൻ്റെ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാണ്. അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്ന കാലത്ത് മുതൽ ആ മതിപ്പ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ഒരു നല്ല നിര മുതിർന്ന നേതാക്കന്മാർ, ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ പാർട്ടിയിൽ വഹിച്ചിരുന്നവർ, അവരുടെ ഒരു നേതൃത്വം, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പുണ്ട്. അതുപോലെ രണ്ടാം നിരയിലും പ്രതിഭാസമ്പന്നരായിട്ടുള്ള മറ്റേത് പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതലും മിടുക്കരായിട്ടുള്ള സാമാജികരെന്ന നിലയിൽ സാമാജികരായും നേതാക്കന്മാർ, സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെന്ന നിലയിൽ ആ നിലയിലും രണ്ടാം നിരയിൽ മികച്ച നേതാക്കന്മാർ കോൺഗ്രസ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരാശങ്കയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം നേരിടാൻ പാകത്തിലുള്ള ഒരു മിക്സ് ഉണ്ട്. അതായത് സീനിയോറിറ്റിയുടെ, അനുഭവ സമ്പത്തിൻ്റെ ഒരു വശത്ത് അതും, ഇപ്പുറത്ത് യുവത്വത്തിൻ്റെ ചടുലതയുടെ, പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെയും സാധ്യതകളെയും അറിയാവുന്ന, പുതിയ കാലത്തെ ചെറുപ്പക്കാരുമായി സംവേദിക്കാൻ കഴിയുന്ന, അവരുടെ ആസ്പിറേഷൻസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യുവ നേതൃത്വവും കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു മിക്സർ ലീഡർഷിപ്പിലുണ്ട്. അത് കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും പാർട്ടിയുടെ നേതൃത്വവും തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പൊതുവെ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുകളിലൂടെയാണ് രാഷ്ട്രീയം. ആ ട്വിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ ഈ രണ്ടാം ടേമിൽ വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഒരു കടന്നുവരവ് പോലെ ഒരർത്ഥത്തിൽ അത് ട്വിസ്റ്റ് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെയും 4 വർഷം പിന്നിട്ടപ്പോഴും പല ട്വിസ്റ്റുകളും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് ശശി തരൂരിൻ്റെ ഒരു പ്രഭാവം വരുന്നു, അതൊരു ട്വിസ്റ്റായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല വേഴ്സസ് വി ഡി സതീശൻ എന്ന രീതിയിൽ ചില ട്വിസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില നീക്കങ്ങളൊക്കെ താങ്കൾ പറയുന്നത് പോലെ ഒരു 3ാം ടേമിന് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത് 2026 സംസ്ഥാന കോൺഗ്രസ് നേരിടുമ്പോൾ ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നീക്കങ്ങൾ കോൺഗ്രസിനെ തളർത്തുകയാണോ അത് കൂടുതൽ കരുത്തു നൽകുകയാണോ ചെയ്യുന്നത്? ഇവിടെ ചോദിച്ച ചോദ്യത്തിനകത്തുള്ള ഉൾച്ചേർന്നിരിക്കുന്ന മറ്റൊരു കാര്യം ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ഗുണം എന്താണ്? പല രൂപത്തിൽ നേതൃത്വ ഗുണവും പാർട്ടിക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു പിടി നേതാക്കന്മാർ ഒരേ സമയത്തുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ശശി തരൂരിനെ പോലെ അന്തർദേശീയ അംഗീകാരമുള്ള ഒരു എഴുത്തുകാരൻ, ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത്, പുതിയ ചെറുപ്പക്കാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ശൈലി, ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരും പറഞ്ഞു. രമേശ് ചെന്നിത്തല അദ്ദേഹമാണെങ്കിലോ കേരളത്തിൽ KSUവിൻ്റെ പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി, അങ്ങനെ വന്നു KPCC പ്രസിഡൻ്റായി, പ്രതിപക്ഷ നേതാവായി, ആഭ്യന്തരമന്ത്രിയായി. അദ്ദേഹവും അതേ സമയത്ത് തന്നെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റേതായ സ്വാധീനം പാർട്ടിയിലും സമൂഹത്തിലും ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള ശ്രീ KC വേണുഗോപാൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്സിലെ സംഘടനാപരമായ 2ാമത്തെ ആളാണ്. ഈ മുതിർന്ന നേതൃത്വത്തിൽ തന്നെ പല രൂപത്തിൽ സ്വാധീനമുള്ള, സീനിയോറിറ്റിയുള്ള, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് നിറവേറ്റാൻ ശേഷിയുള്ള ഒരുപാട് നേതാക്കന്മാർ ഒരേ സമയമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗുണമായിട്ടെടുത്ത് ഈ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കാര്യത്തിൽ ഒരു പോയിന്റിലെത്തുക. നമ്മുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക. മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവധി കൊടുക്കാം. കാരണം ഈ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ്. ഇനിയൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട പറ്റില്ല. ഇനിയൊരു ചാൻസ് ഇല്ല. 26 മിസ്സായാലും ഇനി ചാൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഈ ആളുകളെല്ലാം കൂടെ തിരിച്ചറിഞ്ഞ് ഇവരുടെ മുഴുവൻ ലീഡർഷിപ്പ് സ്കില്ലും, ഇവരുടെ മുഴുവൻ നെറ്റ്വർക്കും, ഇവരുടെ മുഴുവൻ അനുഭവ സമ്പത്തും, ഇവരുടെ മുഴുവൻ സാമൂഹ്യ സ്വാധീനവും, ഇവരുടെ മുഴുവൻ സംഘടനാശേഷിയും
ഇവരുപയോഗിക്കുകയും അതുപോലെ തന്നെ ഒരു നല്ല രണ്ടാം നിര ഇതേപോലെ തന്നെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന പൊതുസമൂഹത്തിന് ആദരവുള്ള ഒരു നേതൃത്വമുണ്ട്. അപ്പോൾ അവരെയും ഉപയോഗിക്കണം. അവരുടെ ശേഷിയും പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോയാൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊരു പ്രശ്നമാണ് എന്ന് കരുതുന്നിടത്തു നിന്നും ഈ നേതൃത്വം ഈ സാഹചര്യത്തിൽ നമുക്ക് ഗുണമാണ് എന്ന തരത്തിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്താൻ കഴിയും. ആ നിലയ്ക്കുള്ള ചർച്ചകളും ചിന്തകളും പാർട്ടിയിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളെപ്പോലുള്ള യുവ നേതാക്കൾ അത് ആഗ്രഹിക്കുന്നു. പക്ഷേ എവിടെയാണ് അതിനൊരു തടസ്സം? താങ്കൾ പറയുന്നത് പോലെ എന്താണോ ലക്ഷ്യം, കോൺഗ്രസ് 2026 കോൺഗ്രസ് നേടേണ്ട എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഒരു ടീം വർക്കായി പ്രവർത്തിക്കാനായി എവിടെയാണ് ഒരു വീഴ്ച സംഭവിക്കുന്നത്? എപ്പോഴും മുതിർന്ന നേതാക്കൾ ഒരു ഭാഗത്തും അല്ലെങ്കിൽ ഒരു രണ്ടാം നിര യുവത്വത്തിന് വേണ്ടി പോരാടുന്ന ഒരു നിര വരുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് നിലനിൽക്കും. യഥാർത്ഥത്തിൽ ഈ രണ്ടാം നിര നേതൃത്വം ഒരു ഫൈറ്റിനൊന്നും ഇതുവരെ അങ്ങ് പോയിട്ടൊന്നുമില്ല. അങ്ങനെ പോയി ഉള്ള പാർട്ടിയുടെ സാധ്യത കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അഭിപ്രായം പറയാം, പരസ്യ പ്രസ്താവന നടത്താം, കൂടുതൽ വിസിബിലിറ്റിയിലേക്ക് വരാം, മാധ്യമ ശ്രദ്ധയിലേക്ക് വരാം. ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമൊന്നും ഉണ്ടാവത്തില്ല. ദോഷത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടെ നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ടൊരു കാര്യമില്ല. ടീമായിട്ട് പോകുന്നതിൻ്റെ തടസ്സം എന്താണെന്നുള്ളത് നേതൃത്വം ആലോചിച്ച് പരിഹരിച്ച് ഒരു ടീമായിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഒരു കാരണം ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് 57 EMSൻ്റെ സെൽഫ് ഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് തുടർ ഭരണം വന്നതോടുകൂടി നിലവിട്ട് പെരുമാറുകയാണ്. അഴിമതി, അധികാരത്തിൻ്റെ അഹന്ത, ധിക്കാരം, ധാർഷ്ട്യം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ഒരു സമീപനം, ഇതൊന്നും കേരളം അംഗീകരിക്കുന്ന സമീപനങ്ങളല്ല. താങ്കൾ പറയുന്നത് കറക്റ്റാണ്. കാരണം വിവാദങ്ങളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെയൊക്കെ തന്നെ ഒരു കൂമ്പാരത്തിനുള്ളിൽ തന്നെയാണ് 2 വർഷം പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ നിലകൊള്ളുന്നത്. വലിയൊരു ഒന്നിനു പുറകെ ഒന്നായാണ് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ അതിനെ നമുക്ക് ഫലവത്താക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത കണ്ടെത്താനോ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പ്രത്യേകിച്ച് UDF പരാജയപ്പെട്ടു പോകുന്നത്? ഏതെങ്കിലും രീതിയിലൊരു സാധ്യത കണ്ടെത്തുന്നു എന്ന് പ്രതീക്ഷ വരുന്ന സമയത്താണ് ഈ രീതിയിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയായി ആരായും വരിക, 5 പേർ ഇപ്പോൾ തന്നെ കുപ്പായമൊക്കെ ഇട്ട് തയ്യാറായി നിൽക്കുന്നുവെന്ന് എന്തുകൊണ്ട് മറുഭാഗത്തെ പറയിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നു? അല്ല, അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാർട്ടിയിൽ ഉണ്ടാകണം ഇനിയും. കാരണം അത് നിരാശപ്പെടുത്തുന്നത് പാർട്ടിക്കാരെ മാത്രമല്ല, പാർട്ടിക്കാർ ഇൻ ദ സെൻസ് കോൺഗ്രസ് പാർട്ടിക്കാരെയോ UDF അനുകൂലികളെ മാത്രമല്ല. ഈ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും പുറത്തു പോകണം, അതിന് UDF അത് മുൻകൈ എടുത്ത് ആ കർത്തവ്യം ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളെ നിരാശപ്പെടുത്തും. അപ്പോൾ അവർ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളോ ഐക്യമില്ല എന്നുണ്ടാകുന്ന തരത്തിലുള്ള തോന്നലോ ജനങ്ങൾ വരാതിരിക്കാൻ പാർട്ടിയുടെ എല്ലാ തലത്തിൽ, ഇപ്പം ഞാൻ സ്വയം വിമർശനമായിട്ടാണ് പറയുന്നത്, ഞാനടക്കം ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടി അനുഭാവികൾക്കപ്പുറത്തേക്ക് നിഷ്പക്ഷ വോട്ടർമാർ തന്നെയാണ് ഭരണകൂടത്തെ തീരുമാനിക്കുന്നത് കേരളത്തിൽ. ആ നിഷ്പക്ഷ വോട്ടർമാർ കൃത്യമായി തന്നെ ഇവിടെ ഒരു സംഘടനാ പാഠവുമുള്ള ഒരു പ്രതിപക്ഷമുണ്ടോ, അല്ലെങ്കിൽ ഇവരെ ഭരണത്തിൽ ഏൽപ്പിച്ചാൽ ഈ കെട്ടുറപ്പോടുകൂടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളൊരു നേതാവ് ഇവിടെ ഉണ്ടോ, ഈ സാധനങ്ങൾ കൃത്യമായി തന്നെ അനലൈസ് ചെയ്യുന്നവരാണ് ഈ നിഷ്പക്ഷ വോട്ടർമാർ. ഇവിടെ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കോൺഗ്രസ് എപ്പോഴും പറയുന്നത് പിണറായി വിജയൻ ഏകാധിപതിയായ ഒരു നേതാവാണ് എന്ന്. അത് തന്നെയല്ലേ ഒരർത്ഥത്തിൽ ഈ സരിൻ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതുമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഉമ്മൻചാണ്ടി എന്ന സമുന്നതനായ നേതാവിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ വഴിയിൽ കാണുന്നവർ അല്ലെങ്കിൽ കണ്ണിൽ കാണുന്നവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല എന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും നമ്മൾ കൃത്യമായി തത്സമയം കണ്ടതാണ് ജനങ്ങൾ. ഇതെന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് താഴെത്തട്ടി നൽകുന്നത്? ഓരോ നേതാക്കന്മാരും അവർ പ്രതികരിക്കുന്നതോ മറുപടി പറയുന്നതോ അവരവരുടേതായ ശൈലിയിലാണ്.
പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഉൾക്കൊള്ളുകയും കേൾക്കുകയും ജനാധിപത്യപരമായിട്ട് തന്നെ ഇടപെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാം വ്യക്തിപരമായ അനുഭവത്തിൽ സരിൻ പറഞ്ഞ വിമർശനത്തിൽ യാതൊരു കഴിവുള്ളതല്ല. കാരണം നമുക്ക് ഏതെങ്കിലും സ്ഥാനം കിട്ടാതെ വരുന്ന സമയത്ത് നേതൃത്വത്തെ വിമർശിക്കുന്നതിന് നമ്മൾ കാണേണ്ട കാര്യമില്ല. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വേറെ രൂപത്തിലാണ്. അത് ചാണ്ടി ഉമ്മന് തന്നെ പിന്നീട് ആ പറഞ്ഞതിനകത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായെന്ന് തോന്നുകയും അദ്ദേഹം തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തതാണ്. ചാണ്ടിയൊക്കെ വളരെ മിടുക്കനായ രാഷ്ട്രീയ നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ആളുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് നേതൃത്വം അതൊന്നും അതിന് മുമ്പ് തന്നെ സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ എലക്റ്റഡ് പ്രസിഡൻ്റായിട്ട് വരികയും NSUവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ സമിതിയിൽ ചുമതലകൾ വഹിക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ സേവന വിഭാഗത്തിൻ്റെ ദേശീയ ചെയർമാനായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത നല്ല സംഘടനാ ശേഷിയുള്ള ചെറുപ്പക്കാരനാണ് ചാണ്ടി. ഞാൻ പറഞ്ഞത് അല്ലാതെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതുകൊണ്ട് ഒരു സ്ഥാനം കിട്ടി വന്നു എന്ന് മാത്രം കരുതണ്ട. പക്ഷേ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്ന് കരുതിയിട്ട് പ്രവർത്തിക്കുകയോ അവരേതെങ്കിലും സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച അത്രയും പോലും അദ്ദേഹം വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇവർക്കാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ ചാണ്ടി ആ നിലയിലാണ് ഒരു കാര്യം പറഞ്ഞത്. അതിനകത്ത് ചാണ്ടിക്ക് തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരെയും ഈ പറഞ്ഞല്ലോ അവരുടെ എല്ലാ ലീഡർഷിപ്പിനെ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ശൈലി ഓരോ രൂപത്തിലാണ്. ഞാൻ പറയുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ പറയുന്നത്. അതിന് നമ്മൾ തെറ്റ് കാണേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. പക്ഷേ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയിലെ എല്ലാ അംഗങ്ങളുമായിട്ടും UDFിലെ എല്ലാ അംഗങ്ങളുമായിട്ടും കൂടിയാലോചിച്ചിട്ടും എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ടും മാത്രമാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഒരു അനുഭവം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. ഈ VD സതീശൻ ഷാഫി പറമ്പിൽ ഒരു കോക്കസാണ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ പോലും ഒരു ഘട്ടത്തിൽ വിമർശനവും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നല്ലോ. ഒരേ സമയം അവരെ രണ്ടുപേരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ നമ്മളെല്ലാം എത്രയോ കാലമായിട്ട് ഒരുമിച്ചുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനൊന്നും അങ്ങനെ ആർക്കും ഒരാളുടെയും കൈ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ ഷാഫി ഞാൻ KSU സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് പാലക്കാട്ട്. അതിനുശേഷം അവൻ കഴിവ് തെളിയിച്ച് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, പാലക്കാട്ടെ MLA ആയി, 3 തവണ നടന്ന് ജയിച്ചു. ഏറ്റവും പ്രയാസമുള്ള സമയത്ത് KK ശൈലജയ്ക്കെതിരെ മത്സരിക്കാൻ പാർട്ടി വടകരയിലേക്ക് പോകാൻ അത് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. ഇഷ്ടക്കേടെന്ന് പറഞ്ഞാൽ പാലക്കാട് വിട്ടുപോകാനുള്ളൊരു താല്പര്യക്കുറവ്. എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ വടകര പോയി, അവിടുന്ന് വിജയിച്ചു. പാർട്ടിക്ക് അസറ്റല്ലേ അവരല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ എല്ലാം ജനകീയതയും അവരുടെ എല്ലാം യുവാക്കൾക്കിടയിലുള്ള സ്വീകാര്യതയും എല്ലാം ഞങ്ങളിതിനെല്ലാം ഉപയോഗിക്കണം. ഉപയോഗിച്ചാലേ നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ താങ്കൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സ്വാഭാവികമായും ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാവണമല്ലോ. ആ സമയത്തിലെ ലീഡർഷിപ്പിലേക്ക് ആൾ വരണ്ടേ. ഇപ്പോൾ കോൺഗ്രസ്സിൽ അതിനകത്ത് ഇവരെല്ലാം ആ നിലയിൽ ഓരോരുത്തരുടെ പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അവരെക്കുറിച്ച് പറയുന്നുള്ളേ ഉള്ളൂ. ഞാൻ പേര് പറയാത്തവരുമായിട്ടുള്ള എത്രയോ ആളുകൾ, നല്ല നേതാക്കന്മാർ ഈ കോൺഗ്രസിൻ്റെ 2ാം നിരയിൽ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണോ ഒരു തലമുറ മാറ്റം വേണമെന്നൊരു ആവശ്യം താഴെത്തട്ടിൽ നിന്ന് ഉയരുന്നുണ്ടോ ശക്തമായി? അല്ല, ഇപ്പോൾ അതിൻ്റെ ഒന്നും ഘട്ടമല്ല. ഇപ്പോൾ ഒറ്റ ആവശ്യമേ ഉള്ളൂ, താഴെത്തട്ടിൽ നിന്നും മേളത്തട്ടിൽ നിന്നും ഇടത്തട്ടിൽ നിന്നും ഈ ജനവിരുദ്ധ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഇവരെ താഴെ ഇറക്കുക. അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിൽ ആലോചിക്കാം. ഏത് തരത്തിലുള്ള നേതൃത്വത്തിനും പാകതയുള്ള മുതിർന്നവരിലും ചെറുപ്പക്കാരിലും ആളുകളുണ്ട്, വനിതകളിലും ഉണ്ട്, ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്ന നല്ല നേതാക്കന്മാരുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പോൾ അവരിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുണ്ടല്ലോ. ഇതിനകത്തൊരു ഞാനത് നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെ പ്ലസ്സും മൈനസും അതാ. നേതൃത്വ ദാരിദ്ര്യം കോൺഗ്രസ്സിനില്ല. കൂടിപ്പോയതിലുള്ള പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ. ആ കൂടിപ്പോകുന്നതിൻ്റെ പ്രശ്നമാണ് എപ്പോഴും മറുഭാഗത്തിന് എപ്പോഴും വിമർശനമായി അവർക്കൊരു ആയുധം എറിഞ്ഞു കൊടുക്കുന്നത് ഈ കൂടിപ്പോകുന്നതിൻ്റെ പ്രശ്നമാണെന്ന്. അതൊരു പ്രശ്നമല്ല, അത് പ്രശ്നമാകുന്ന എങ്ങനെയാണ് ഉണ്ടാവുന്നതല്ലേ. മറ്റുള്ളവർക്കില്ലാത്ത അത്രയും ഉയർന്ന നേതൃത്വം എല്ലാ തലത്തിലും ഞങ്ങൾക്കുണ്ട്. അത് ഏത് ഘട്ടത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നവരും ഏത് സ്ഥലങ്ങളിലും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളവരുമായിട്ടുള്ളൊരു നേതൃത്വമാണ്. ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് ദൗർബല്യം തന്നെയായിരുന്നു. അത്തരം ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് AI ഗ്രൂപ്പുകൾ, അത് തല ഉയർത്തി നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ AI ഗ്രൂപ്പുകളൊക്കെ അപ്രസക്തമായി, ഗ്രൂപ്പിലെ നേതാക്കന്മാരില്ല. ഇപ്പോൾ നിലവിലെ സംസ്ഥാന കോൺഗ്രസ്സിൽ അങ്ങനെ AI
രണ്ട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് ആരാണ് നയിക്കും? ഓരോ കാലത്ത് ഓരോ രീതിയല്ലേ. ഇപ്പോൾ കോൺഗ്രസിനെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിനകത്ത് എയും ഐയും എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചില ആശയധാരകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ, ഞാനങ്ങനെ എവിടെ ആയിരുന്നു എന്നൊന്നും പറയുന്നുമില്ല, എന്നാൽ പോലും ആ ആശയധാരയുടെ ഒരു 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 അടുത്ത് നിന്നെയാണ്. ഞാനൊക്കെ AK ആന്റണി, ഉമ്മൻചാണ്ടി ആ ഒരു അത് മുന്നോട്ട് വെച്ച ഒരു ആശയധാരയുടെ കൂടെ നിന്നതാണ്. ആ സമയത്ത് അത് ആവശ്യമായിരുന്നു. അങ്ങനത്തെ ഒരു ആശയ സംഘർഷം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഘട്ടം മാറി. പാർട്ടിയിൽ എന്ന് കരുതിയിട്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാം കൂടെ ഒന്നായി എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴും പല രൂപത്തിലുള്ള ആശയധാരകൾ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ പാർട്ടിക്ക് ദോഷമാകുന്ന രൂപത്തിലേക്ക് പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ ഒന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പാർട്ടിയിലെ ഒരു CPM-ലൊക്കെ പറയുന്ന പോലത്തുള്ള ഒരു ഏക അധികാര കേന്ദ്രവും അതിനെ അനുസരിക്കുന്ന മുഴുവൻ ആളുകളും എന്ന നിലയൊന്നും കോൺഗ്രസ് പാർട്ടിയിലില്ല, ഒരിക്കലും ഉണ്ടാവത്തുമില്ല. എത്ര ബോറാണ്. നിങ്ങൾ ഒരു പാർട്ടിയിൽ ഒരാൾക്ക് ശക്തി കിട്ടി, അയാൾ പറയുന്നത് മാത്രം കേട്ടും അനുസരിച്ചും മറ്റുള്ളവർ നിന്നോണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ പറ്റില്ല. മഹാത്മാഗാന്ധിയുടെ കാലത്ത് പറ്റിയിട്ടില്ല, പിന്നെ മറ്റുള്ളവർക്ക് പറ്റുമോ? അങ്ങനത്തെ ഗാന്ധി പോലും എന്താ ഇതിനൊരു കേഡർ പാർട്ടി ആക്കാഞ്ഞത്? ആക്കാമായിരുന്നല്ലോ. അങ്ങനെ ഒരു യൂണിഫോം സ്വഭാവത്തിൽ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു പോകാൻ കഴിയുന്ന ഒരു ജൈവഘടനയല്ല കോൺഗ്രസ്സിനുള്ളത്. നമ്മൾ അങ്ങനെ ആക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ്സിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ദുർബലമാകുകയുള്ളൂ അവിടെ. അതേസമയം പിണറായി വിജയനും ഒക്കെ എതിരാണെന്ന് തോന്നിയ MN വിജയൻ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാചകമുണ്ട്. ഇതിനകത്ത് കാറ്റും വെളിച്ചവും കയറിയാൽ ഇത് തകരുമെന്നാണ് പറഞ്ഞത് CPM. കാറ്റും വെളിച്ചവും കയറരുതെന്നാണ് പറഞ്ഞത്. ഇത് കാറ്റും വെളിച്ചവും കയറണം കോൺഗ്രസ്സിൽ. വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ. അതുകൊണ്ടായിരിക്കും KPCC അധ്യക്ഷനായി ചുമതലയേറ്റ് K. സുധാകരൻ ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുകയും അതെവിടെയൊക്കെയോ വെച്ചതൊരു പരാജയത്തിൽ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നു, ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുന്നു. കുറച്ചുകൂടി ചിട്ടയും അച്ചടക്കവും സംഘടനാ പ്രവർത്തനത്തിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിലൊരു തെറ്റുമില്ല ആ നിലയ്ക്ക്. പക്ഷെ അതുപോലും പ്രായോഗികമല്ല കോൺഗ്രസിൽ. CPM-ന്റെ സ്വഭാവത്തിലേക്ക് ഒരിക്കലും CPM-നെ കോപ്പി അടിക്കാൻ പറ്റില്ല. CPM അങ്ങനെ കോൺഗ്രസ് കോപ്പി അടിക്കേണ്ട ഒരു പാർട്ടിയായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത മഹത്വവൽക്കരണം CPM-ന് കൊടുക്കുന്നതുകൊണ്ടാണ്. CPM-നെ നോക്കി പഠിക്കൂ, CPM-ന്റെ അച്ചടക്കം നോക്കൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിലർ പറയുന്നത് കേൾക്കാം, യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ നിന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയും. അറിയാതെ പറഞ്ഞു വന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. യഥാർത്ഥ കമ്മ്യൂണിസം ആണെങ്കിൽ ഇവിടെ പ്രതിപക്ഷമുണ്ടോ? യഥാർത്ഥ കമ്മ്യൂണിസം ഉള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലും. സ്റ്റാലിൻ്റെ പോളിറ്റ് ബ്യൂറോയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഒട്ടുമിക്ക അംഗങ്ങളെയും സ്റ്റാലിൻ തന്നെ തീർത്തത്. അവിടെ ഒന്നും ഒരു എതിർ ശബ്ദം അവർ അനുവദിക്കാറില്ല. അപ്പോൾ ഇവിടെ ആളുകൾ അറിയാതെ പറഞ്ഞു പിണറായി വിജയൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല. ഞാൻ പേടിച്ചത് കേൾക്കുന്നത്. ഇത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയാലത്തെ സ്ഥിതി എന്തായിരിക്കും? മുതലാളിത്തത്തിനും ഫാസിസത്തിനും എതിരെ പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിലല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം മനുഷ്യാവകാശങ്ങൾ. ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് മനുഷ്യാവകാശം ഉള്ളത്? ഉത്തര കൊറിയയിലുണ്ടോ? ചൈനയിലുണ്ടോ? ക്യൂബയിലുണ്ടോ? ഒരിടത്തുമില്ല. നമ്മൾ രണ്ടു തരം ആളുകളെ കാണുന്നതല്ലേ. ഇപ്പോൾ കുഞ്ഞിരാമനെ പോലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റും മറ്റൊരു മനുഷ്യൻ്റെ ശബ്ദം സംഗീതത്തെ പോലെ കേൾക്കുന്ന നല്ല കാലം വരുമെന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലാതെ മാനവികത എന്നൊക്കെ പ്രസംഗിച്ച് കിടക്കുന്ന വേറെ കുറേ ബുദ്ധിജീവി കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം ഒരു ധാരയുടെ ഭാഗം തന്നെയാണ്. ഒരു ജനാധിപത്യ ബോധം ഒരു കാലത്തും കാണിച്ചിട്ടില്ല. ഒരു രാജ്യത്ത്, ലോകത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലാണ് ജനാധിപത്യമുള്ളത്, പ്രതിപക്ഷമുള്ളത്, മനുഷ്യാവകാശമുള്ളത്, പത്രസ്വാതന്ത്ര്യമുള്ളത്? ഇവിടെ പോലെ അവരിങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അണ്ടറിൽ നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിലേക്ക് തന്നെ വരുവാണ്. കോൺഗ്രസ് CPM-നെ അനുകരിക്കാനേ പോകേണ്ട കാര്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പോവട്ടെ. അത് വിഴുപ്പലക്കിലേക്കും വ്യക്തിവൈരാഗ്യത്തിലേക്കും പാർട്ടിയെ തകർക്കുന്ന നിലയിലേക്കും ഒക്കെ മാറുമ്പോഴാണത് ദോഷമായിട്ട് വരുന്നത്. അല്ലാതെ പാർട്ടി ഒരേപോലെ ശബ്ദിക്കണം,
ഒരേപോലെ അഭിപ്രായം പറയണം. ഒരു തീരുമാനം ഒരു നേതാവ് പ്രഖ്യാപിച്ചാൽ അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊന്നും കോൺഗ്രസ് നടക്കില്ല. ഒരുപക്ഷെ അങ്ങനെ കോൺഗ്രസിൻ്റെ ജനാധിപത്യ സ്വഭാവം, താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ വാതിലുകളും തുറന്നിട്ട് കാറ്റും പിടിച്ച ഉണ്ടായേ പറ്റൂ, അതില്ലാത്ത ഒരു കോൺഗ്രസിനെ സങ്കല്പിക്കാൻ പറ്റില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവ രീതി. അങ്ങനെയായിരുന്നു ഈ എല്ലാ നേതാക്കന്മാർ, പല നേതാക്കന്മാർ രൂപപ്പെട്ടു, പല ആശയങ്ങളിൽ നിന്ന് പല നേതാക്കന്മാർ രൂപപ്പെട്ടു. അങ്ങനെ അവരിൽ നിന്നൊക്കെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി. ഇപ്പം നിലവിലിപ്പോൾ ഗ്രൂപ്പുകളൊക്കെ അപ്രസക്തമാകുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളൊക്കെ മാറി മറയുന്നു. അതും കോൺഗ്രസിൻ്റെ ഒരു സൗന്ദര്യമായി, അതായത് അതും കോൺഗ്രസിൻ്റെ ഒരു ഊർജം തന്നെയാണ്. മാധ്യമങ്ങൾ അതിനെല്ലാം ഈ പുറത്തുനിന്ന് നോക്കിയിട്ട് കണ്ടെത്തുന്നതാണ്. നിങ്ങളിത് അകത്തോട്ട് വന്നാൽ മനസ്സിലാവും. ഒന്നും എവിടെ അപ്രസക്തമൊന്നും ആവുന്നില്ല. കോൺഗ്രസിനകത്ത് പഴയതുപോലെ തന്നെ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യസ്ത ആശയങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഇപ്പോഴുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരാശയമോ പിന്നെ അപ്രത്യക്ഷമായെന്നോ അപ്രസക്തമായെന്നോ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. പിന്നെ പഴയതുപോലെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ഉണ്ടാവത്തില്ലല്ലോ. പഴയതുപോലെ ഉണ്ടാകാനത് പഴയ കാലമല്ലല്ലോ, പുതിയ കാലമല്ലേ. പുതിയ കാലത്ത് പുതിയ പോലല്ലേ ഉണ്ടാകത്തുള്ളൂ. 91 പോലെ 2024 ഉണ്ടാകണമെന്ന് നമ്മൾ കരുതരുതല്ലോ. 91 രാഷ്ട്രീയ സാഹചര്യമല്ല കോൺഗ്രസിന് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. 2024 സാഹചര്യം മാറി. ഒരു തരത്തിലുള്ള പ്രസക്തിയില്ലായ്മയും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതണ്ട. മുമ്പൊക്കെ പ്രസക്തമായതെല്ലാം തന്നെ ഇപ്പോഴും പ്രസക്തമായി തന്നെ ഉണ്ട്. പിന്നെ അത് പഴയ രൂപത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ രൂപത്തിൽ ഉണ്ടാകത്തില്ല. പഴയ കാലമല്ല, ഇത് പുതിയ കാലമാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ്സിൽ 2001 ഐക്യ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഒരു 100 സീറ്റ് നേടി UDF വിജയിച്ചു. അതിനപ്പുറത്തേക്ക് പിന്നീട് കണ്ട ഈ 25 വർഷക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും കോൺഗ്രസ് ആ രീതിയിലൊരു മുന്നേറ്റം UDFനോ കോൺഗ്രസിനോ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ രീതിയിൽ ഊറ്റം കൊള്ളാൻ പറ്റുന്നൊരു വിജയം എന്തുകൊണ്ട് നേടാൻ കഴിയാതെ പോയി? 2001 തെരഞ്ഞെടുപ്പിന് ശേഷം 2005 വലിയൊരു പിളർപ്പ് പാർട്ടിയിലുണ്ടായി. ലീഡർ ശ്രീ കെ കരുണാകരൻ DIC ഉണ്ടാക്കി CPMുമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിനെ സംഘടനാപരമായി അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അവസാനിച്ചു എന്നുപോലും ആളുകൾ കരുതിയിട്ടുണ്ട്. അത്രയും വലിയ പിളർപ്പാണ്. കരുണാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് കോൺഗ്രസിനെ വിട്ടുപോവുകയാണ്, പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. പക്ഷെ പിന്നീട് ലീഡർ തിരിച്ചു വന്നു, ശ്രീ കെ മുരളീധരൻ തിരിച്ചു വന്നു. ഒറ്റക്കെട്ടായി വീണ്ടും പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ പ്രതികൂല സാഹചര്യത്തിൽ പോലും 2010 കേരളത്തിലെ ഏതാണ്ട് 70% പഞ്ചായത്തുകൾ ഭരണം പിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം 10 നമുക്കുണ്ടാക്കാൻ പറ്റി. അത് പിന്നെയും അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, ശേഷവും ഉണ്ടായിട്ടില്ല. 2001 അത് ആരും നിരീക്ഷിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനും എവിടെയും പറഞ്ഞ് കേട്ട് കണ്ടിട്ടില്ല. 2001 എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം ഡീലിമിറ്റേഷന് ശേഷമുള്ള ഉണ്ടായ മണ്ഡല പുനർനിർണ്ണയം യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFന് ദോഷകരമായ രൂപത്തിലാണ് വന്നു ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നടന്ന ഒരു ഇലക്ഷനിൽ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും 2011 UDFന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. പാർലമെൻറ്റ് ഇലക്ഷനിൽ 2014 അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. 16 സ്വാഭാവികമായിട്ടും നമ്മൾ തോറ്റു. അപ്പം ഞാൻ തന്നെ 2006 ചെങ്ങന്നൂരിൽ നിന്നും ജയിച്ചു. ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ 2006 ജയിച്ചിട്ട് 2011 ഞാൻ ജയിച്ചു. പക്ഷേ 2011 വരുമ്പോൾ ഞാൻ 2006 ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ മാറ്റം വന്നു. ഞാൻ അവിടെ 2016 തോറ്റു. ഒരു പക്ഷേ 2016 പഴയ മണ്ഡലമായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു. 16 ഞാൻ അവിടെ തോക്കില്ല, എനിക്ക് തോക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാനിത് ഓരോ മണ്ഡലവും ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയാണെങ്കിലും കൊല്ലം ജില്ലയാണെങ്കിലും. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിൽ UDF കയ്യിലുള്ളതാകെ 40ഓളം മണ്ഡലങ്ങൾ. അതിൽ തന്നെ കോൺഗ്രസിന് എത്ര എന്നൊരു ചോദ്യം. ഇതിൽ ഇപ്പോൾ തെക്കൻ ജില്ല നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയിടത്താണ് തെക്കൻ ജില്ലകളിൽ ഈ കോൺഗ്രസ്സിന് ഒരു ഉറപ്പുള്ളൊരു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇത്ര. മലബാർ മേഖല നോക്കുകയാണെങ്കിൽ അവിടെ എത്ര,
കൈവശമുണ്ടായിരുന്ന പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഈ പറഞ്ഞ 2001 ശേഷമുള്ളൊരു കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ മധ്യ കേരളം മാത്രമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് ഒരു ഉറച്ചുള്ള അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയൊക്കെ നേരിടാൻ പറ്റുന്നത് മധ്യ കേരളം മാത്രമാണ്. അവിടെയും ഈ ജോസ് കെ മാണി വിഭാഗം UDF നിന്ന് പോയപ്പോൾ ഉണ്ടാകുന്നൊരു അതിൻ്റെ ഒരു പ്രതിഫലനം ഉറപ്പായി 2026 നേരിടേണ്ടി വരും കോൺഗ്രസ്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ കൃത്യമായൊരു വിശകലനം നടത്തുകയാണെങ്കിൽ 2026 നിങ്ങൾ നേരിടുമ്പോൾ ഈ പോയ ഘടകകക്ഷികളെ, അത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി വിഭാഗമാകാം, അതല്ലെങ്കിൽ വീരേന്ദ്രകുമാർ വിഭാഗമാകാം, ശ്രേയാംസ് കുമാർ വിഭാഗം, ഈ രീതിയിൽ പോയവരേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനെക്കുറിച്ച് ഗൗരവത്തോടെ UDF ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ? രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം, ഒന്ന് അങ്ങനെ ഉറച്ച മണ്ഡലങ്ങൾ, കുത്തക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കൊരു മണ്ഡലത്തെയും ഇപ്പോൾ ലേറ്റസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ബ്രാൻഡ് ചെയ്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ BJPയുടെ ഒരു വരവോടുകൂടി ചേർത്ത് വായിക്കാം. BJP എന്ന് പറഞ്ഞൊരു ശക്തി കൂടി, മൂന്നാമതൊരു പാർട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ എടുത്താൽ മതി ഉദാഹരണത്തിന്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പാറ്റേൺ വേറെയാണെന്നൊക്കെ പറഞ്ഞാലും അതേ ആളുകൾ തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്. പാറ്റേൺ മാറിയാലും വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ മാറുന്നില്ലല്ലോ. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും പയ്യന്നൂരും കല്യാശ്ശേരിയിലടക്കം CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് കിട്ടുക. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPMൻ്റെ അനുഭാവികൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പയ്യന്നൂരും കല്യാശ്ശേരിയിലും പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തിൽ പോലും നമ്മൾ കണ്ടതാണ്. ഗോവിന്ദൻ മാഷിൻ്റെ തളിപ്പറമ്പിൽ കെ സുധാകരന് ഭൂരിപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ മണ്ഡലം അവിടുത്തെ ആളുകൾ ഇന്ന പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുത്തക സ്വഭാവത്തിലേക്ക് നമ്മളതിനെ മാറ്റേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും, അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഡീലിമിറ്റേഷൻ്റെ പരിമിതികളൊന്നും തന്നെ അവിടെ ബാധകമാവില്ല. കാരണം മുൻകാലങ്ങളിൽ CPMന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും അവർ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വേവ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ നിലവിലുണ്ട്. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് വർക്ക് ചെയ്തത് തെലങ്കാനയിലാണ്. അവിടെ കോൺഗ്രസിന് 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 6 സീറ്റുള്ളൊരു പാർട്ടി എങ്ങനെ അധികാരത്തിൽ വരും? എത്ര സീറ്റ് വേണം ജയിക്കണമെങ്കിൽ? എല്ലാം അപ്പുറത്ത് കിടക്കില്ലേ? ജയിച്ചില്ലേ? രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായില്ലേ? KCRനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു. അപ്പോൾ എല്ലാ സീറ്റും ജയിക്കും. ഒരു കോട്ടയിൽ എല്ലാ കോട്ടയും പൊളിയും. രണ്ടാമത് താങ്കൾ ചോദിച്ചത് ഘടകകക്ഷികൾ. അതിലൊരു കാര്യം, 26 തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വിപുലമാവും. ബാക്കിയൊക്കെ പാർട്ടിയുടെ നേതൃത്വമാണ് അതിനെക്കുറിച്ച് എൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അത് ഉറപ്പാണ്. പ്രധാനപ്പെട്ട ഘടകകക്ഷി അതൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ പറയാൻ ആളല്ല, ഇത്രയും അധികാരമില്ല പാർട്ടിയിൽ. പക്ഷേ എൻ്റെ ലെവലിൽ നിന്ന് ഞാൻ പറയുന്നു, അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 26 UDF വിപുലീകരിക്കപ്പെടും ഇലക്ഷന് മുമ്പ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ പാർട്ടികൾ UDFലുണ്ടാകും. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന UDFൻ്റെ ആ നട്ടല് അവിടെ തന്നെ ഉണ്ടാകും. ലീഗ് UDFലെ ഏറ്റവും നിർണായകമായ ഘടകകക്ഷി മുന്നണി, ഐക്യജനാധിപത്യ മുന്നണിയെ അതിശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്ന പാർട്ടിയുമാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാകും. അവരുടെ നേതൃത്വം അവരെ LDFൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിശ്രമം നടത്തിയത്. നിയമസഭയിൽ ലീഗിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്ത പ്രേമലേഖനങ്ങൾ വായിച്ചാൽ നമുക്കിപ്പോൾ കോൾമേയർ കൊള്ളും. ഇപ്പോൾ ലീഗ് അങ്ങോട്ട് ചെല്ലത്തില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പാണക്കാട് തങ്ങളെ ചീത്ത വിളിക്കുന്നു, ലീഗ് നേതാക്കന്മാരെ ചീത്ത വിളിക്കുന്നു, അവരെ മുഴുവൻ അസഭ്യം പറയുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ടാവില്ല നീ അതൊന്നും അത് അവർക്ക് ഉറപ്പായി, നീ അതൊന്നും കിട്ടാൻ പോണില്ലെന്ന് മനസ്സിലായി. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.